ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ്. ജവഹർലാൽ നെഹ്റു ജനിച്ചത് 1889 നവംബർ 14. പിതാവ് മോത്തിലാൽ നെഹ്റു, മാതാവ് സ്വരൂപ റാണി. ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരങ്ങളാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്, കൃഷ്ണ ഹരി സിംഗ്. പത്നിയുടെ പേര് കമല കൗൾ, പുത്രി ഇന്ദിര പ്രിയദർശിനി. അലഹാബാദിലെ നെഹ്റുവിൻ്റെ കുടുംബ വീട് ആനന്ദ ഭവനം. ഇംഗ്ലണ്ടിൽ നെഹ്റു പഠിച്ചിരുന്ന സ്കൂൾ ഹാരോ പബ്ലിക് സ്കൂൾ. ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്നത് നെഹ്റു. ശിശുദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ജവഹർലാൽ നെഹ്റു, നവംബർ 14. നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം 1912 ബംഗിപ്പൂർ സമ്മേളനം. നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് 1916 ലക്നൗ സമ്മേളനത്തിലാണ്. 1927 ബ്രസൽസിൽ നടന്ന കോൺഗ്രസ് ഓഫ് ഒപ്രസ്ഡ് നാഷണലിസ്റ്റിൽ INC പ്രതിനിധിയായി പങ്കെടുത്തത് ജവഹർലാൽ നെഹ്റു. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോക്ടർ എഴുതിയത് ജവഹർലാൽ നെഹ്റു. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോക്ടർ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത് മുൻഷി പ്രേംചന്ദ്. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോക്ടർ എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അമ്പാടി ഇക്കാവമ്മ. നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത സമ്മേളനം ലാഹോർ സമ്മേളനം 1929. 1929 ഡിസംബർ 31 രവി നദീതീരത്ത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു. 1938 നിലവിൽ വന്ന ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ നെഹ്റു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയാണ് ജവഹർലാൽ നെഹ്റു. നെഹ്റുവിനെ തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി ഗാന്ധിജി പ്രഖ്യാപിച്ച വർഷം 1941. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു. 1946 സെപ്റ്റംബർ 2 നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയിൽ ഉപാധ്യക്ഷ പദവി വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വെച്ച് നെഹ്റു നടത്തിയ വിഖ്യാതമായ പ്രസംഗമാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച, ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി നെഹ്റു. 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് നെഹ്റു. 1952 രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യ അധ്യക്ഷൻ നെഹ്റു. പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി നെഹ്റു. ഋതുരാജൻ എന്ന നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യനെന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് നെഹ്റു. നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ച വർഷം 1955. നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ശാന്തിവനം. നെഹ്റു അന്തരിച്ചത് 1964. ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതികൾ നോക്കാം. ഇന്ത്യയെ കണ്ടെത്തൽ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയുടെ ഐക്യം, ആത്മകഥ.